ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമുക്ക് റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇഞ്ചിപ്പുളി. ചിലയിടത്തൊക്കെ പുളി ഇഞ്ചി എന്നും ഇതിന് പേരുണ്ട്. എന്തായാലും സദ്യയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണിത്. എന്നാൽ ഒട്ടും വൈകാതെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ആയി ഞാനിവിടെ 150 ഗ്രാം സാമ്പാർ പൊടി എടുത്ത് വൃത്തിയായി കഴുകി 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം 2 വട്ടം 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് പിഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഈ പുളിവെള്ളം അളന്നു നോക്കിയപ്പോൾ 250 ml കപ്പിൽ ഒരു 2.25 കപ്പ് പുളിവെള്ളമുണ്ട്. ഇത് ഇനി വലിയൊരു കഷ്ണം ഇഞ്ചി, 5 നല്ല എരിവുള്ള പച്ചമുളക്, 20 ചെറിയുള്ളി, 1/2 കപ്പ് ശർക്കര നീര്, ഒരു 4 അച്ച് ശർക്കര 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അരിച്ച് നീരാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അവസാനം ഇഞ്ചിമ്പുളി താളിക്കാനായി 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പിന്റെ സ്പ്ലിറ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് ഒരു നല്ല മണവും രുചിയും കൂടുതൽ കിട്ടും. പിന്നെ 3 വറ്റൽമുളക്, 2 തണ്ട് വേപ്പില എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ നന്നായി ഫൈനായി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഉള്ളിയും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിമ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ, അതായത് 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി ഇതുപോലെ കളറൊക്കെ നന്നായി ചേഞ്ചായി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇഞ്ചിയും മുളകും അരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഒന്ന് ഇതുപോലെ ട്രാൻസ്പാരന്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ മൂപ്പ് തീരെ കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചിപ്പുളിയിൽ ഈ ഉള്ളി ഒന്ന് കടിക്കാനായി കിട്ടണം. അതാണ് അതിന്റെ ശരിയായ പാകം. ഉള്ളി ഈ പാകമായാൽ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിനേക്കാൾ കുറച്ച് കൂടുതലായി സ്റ്റവിന്റെ ഫ്ലെയിം സെറ്റ് ചെയ്തിട്ടാണ്. നമ്മുടെ സ്റ്റവ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പുളി തിളയ്ക്കുമ്പോൾ പുറത്തേക്കൊക്കെ ആകെ തെറിച്ച് നമ്മുടെ സ്റ്റവൊക്കെ വൃത്തികേടാകും. പുളി നന്നായി തിളച്ച് വറ്റി ഈ പാകത്തിന് കട്ടിയായി കുറുകി കിട്ടിയാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി പലവട്ടമായി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പലവട്ടമായി ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, മധുരം ആവശ്യത്തിന് പാകമാക്കി എടുക്കാനാണ്. ആദ്യം തന്നെ മുഴുവൻ ശർക്കര നീരും ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ മധുരം കൂടി പോകും. എനിക്ക് എടുത്തു വെച്ച മുഴുവൻ ശർക്കര നീരും, അതായത് 1/2 കപ്പ് ശർക്കര നീരും മുഴുവനായി വേണ്ടി വന്നു മധുരം ഞങ്ങളുടെ പാകത്തിന് കിട്ടാനായിട്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന പുളിയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്ന കാരണം ഉള്ളി വാട്ടുമ്പോൾ ഇട്ടുകൊടുത്ത 1/4 ടീസ്പൂൺ ഉപ്പല്ലാതെ ഇഞ്ചിപ്പുളിയിൽ എനിക്ക് വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇനി ശർക്കര നീര് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായി തിളയൊക്കെ വന്ന ശേഷം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് പാൻ അടച്ചു വെക്കാം. ഇനി ഇഞ്ചിപ്പുളി താളിക്കാനായി ഒരു തട്ക പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ കടുകും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. കടുകൊക്കെ മുഴുവൻ പൊട്ടി മുളകൊക്കെ ഇതുപോലെ നന്നായി മൂത്ത് വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ വെളിച്ചെണ്ണയുടെ ചൂട് തന്നെ മതി കറിവേപ്പില ഇങ്ങനെ നന്നായി മൂത്ത് കിട്ടാനായിട്ട്. ഇനി ഇത് നമ്മുടെ ഇഞ്ചിമ്പുളിയിലേക്ക് താളിച്ചു കൊടുത്ത ശേഷം പാൻ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിമ്പുളി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിമ്പുളി നന്നായി ചൂടാറിയാൽ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് പകർത്തി എടുത്തു വെക്കാവുന്നതാണ്. 1-2 ആഴ്ചയൊക്കെ സിമ്പിളായി ഇഞ്ചിമ്പുളി നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഇഞ്ചിമ്പുളി ഒരു പാത്രത്തിലേക്ക് വേറെ എടുത്ത് സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വിഷു ഒക്കെ എത്തി. അപ്പോൾ എല്ലാവരും എന്റെ ഈ ഇഞ്ചിമ്പുളി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി സദ്യ കഴിക്കുന്നവരുടെയൊക്കെ കയ്യടി വാങ്ങി സ്റ്റാർ ആവാൻ തയ്യാറായിക്കോളൂ കേട്ടോ. അത്രയ്ക്കും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഇഞ്ചിമ്പുളിക്ക്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കും സജഷൻസും കമന്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.